ലൈംഗികത ഏതൊരു മനുഷ്യന്റെയും പേഴ്സണൽ താല്പര്യങ്ങളിൽ ഒന്നാണ്. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പങ്കാളിയെ കണ്ടെത്തുകയും തന്റെ ലൈംഗിക താല്പര്യം തുറന്നു പ്രകടിപ്പിക്കുകയും ചെയ്യാത്ത ആളില്ല എന്ന് വേണം പറയാൻ. ചില ആളുകൾ ലൈംഗികത ഒരു തൊഴിലായി തന്നെ കണക്കാക്കുന്നു. എന്നാൽ ഇത് രണ്ടുമല്ലാതെ ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ ഉണ്ടാകുമോ? സംശയിക്കേണ്ട, അങ്ങനെയും ചിലരുണ്ട്. സ്ട്രീമിംഗ് സർവീസുകളിൽ വൈകിയാണ് എത്തിയതെങ്കിലും എഫ്എക്സിന്റെ ഡെയിൻസ് ഫോർ സെക്സ് എന്ന സീരീസിന് അടിസ്ഥാനമായ യഥാർത്ഥ സംഭവകഥ ഇതിനു മുൻപേ ലോകം അറിഞ്ഞതാണ്. UK-യിൽ ഡിസ്നി പ്ലസിൽ സ്ട്രീം ചെയ്യുന്ന സീരീസിൽ പറയുന്നത് മോളി കോച്ചൻ എന്ന വനിതയുടെ ജീവിത കഥയാണ്. വെറും 3 വർഷം മാത്രം ജീവിച്ചിരിക്കുമെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ മോളി കോച്ചൻ എന്ന വനിതയുടെ ലൈംഗികതയിലൂടെയുള്ള യാത്രകളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. തന്റെ 42-ാം വയസ്സിൽ ക്യാൻസർ ബാധിതയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 15 വർഷമായി ഭർത്താവായിരുന്ന പുരുഷനെ ഉപേക്ഷിച്ച് ലൈംഗികതയുടെ ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ന്യൂയോർക്കിൽ ജനിച്ച മോളി. 2019 തന്റെ 45-ാം വയസ്സിൽ മരണമടയുമ്പോഴേക്കും അവർ തന്നിലെ ലൈംഗിക തൃഷ്ണയെ പരമാവധി തൃപ്തിപ്പെടുത്തിയിരുന്നു. ബാക്കിയുള്ളതെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ 3 വർഷവും അവർ ആസ്വാദ്യകരമാക്കി. 200-ലധികം പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കിട്ടും തന്റെ അർദ്ധനഗ്ന ചിത്രങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചും തന്നിലെ ലൈംഗിക തൃഷ്ണയെ ക്യാൻസർ കെടുത്തില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം ലൈംഗികതയുടെ ലോകത്ത് ആനന്ദ നൃത്തമാടുന്ന മോളിയെയാണ് സീരീസിൽ കാണിക്കുന്നത്. ഈ സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് താങ്ങായി ഉണ്ടായിരുന്നത് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിക്കി ബോയർ ആയിരുന്നു. ജെന്നി സ്ലേറ്റ് ആണ് സീരീസിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മോളി തന്റെ മരണശേഷം പങ്കുവച്ച ഡെയിൻ ഫോർ സെക്സ് എന്ന പോഡ്കാസ്റ്റിലൂടെ പുറത്തു വന്ന കഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. 2020-ൽ ആപ്പിളിന്റെ ഏറ്റവും ജനകീയ പോഡ്കാസ്റ്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇത് 2021-ലെ ആമി അവാർഡിൽ പോഡ്കാസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടുകയും ചെയ്തു. 2011-ലായിരുന്നു ഇവർക്ക് സ്തനാർബുദം ഉണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് അത് ഗുരുതര അവസ്ഥയിലെത്തിയതായി 2015 സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ വാർത്ത മോളിയെ ഒട്ടും തളർത്തിയില്ല. തന്നെ മറ്റുള്ളവർ ഒരു ഇരയായി സഹതാപത്തോടെ വീക്ഷിക്കുന്നത് തീരെ ആഗ്രഹിക്കാത്ത മോളി തന്റെ ഉള്ളിലെ ലൈംഗിക തൃഷ്ണയെ ക്യാൻസർ തള്ളിക്കെടുത്താനും അനുവദിച്ചില്ല. തനിക്ക് അർബുദമാണെന്ന സത്യം പുറം ലോകത്തെ അറിയിക്കാതെയായിരുന്നു അവർ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്റെ ലൈംഗിക യാത്ര തുടർന്നത്. രോഗം ഗുരുതരമാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അവർ അത് മറച്ചു വെക്കാനാവില്ലെന്ന ഘട്ടം വന്നപ്പോൾ 2.5 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അവർ ഈ സത്യം തന്റെ വെബ്സൈറ്റിലൂടെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയത്. 3 വർഷക്കാലത്തിനിടയിൽ 200-ലധികം പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കിട്ട മോളി കോച്ചൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു ലൈംഗിക ഘോഷയാത്രയായിരുന്നു തന്റെ ജീവിതാന്ത്യത്തിൽ നടത്തിയത്. അവസാന 6 മാസങ്ങളിൽ ക്യാൻസറിനും ലൈംഗികതയ്ക്കും ഒപ്പമുള്ള യാത്രയുടെ വിവരങ്ങൾ അവർ തന്റെ വെബ്സൈറ്റ് വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തന്റെ ശരീരത്തെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരുന്നത് ലൈംഗികതയായിരുന്നു എന്നാണ് അവർ കുറിച്ചത്.